ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോണത്. അടിപൊളിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ ഒപ്പം പലഹാരത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. അതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്ന് കണ്ടു നോക്കാം. മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 സബോളയും കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 4 പേർക്കുള്ള ഉണ്ടാക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ പെട്ടെന്ന് സബോളയൊക്കെ വേവിച്ചെടുക്കണത്. പെട്ടെന്ന് ഉണ്ടാക്കുന്ന റെസിപ്പിയാണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ കുക്കറിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കുക്കർ അടുപ്പം വെച്ചിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കണം. കുറച്ച് പട്ട, ഏലക്കായ, അങ്ങനെ കുറച്ച് ഐറ്റംസുകൾ കുറച്ച് തന്നെ കേട്ടോ. കുറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ മൂപ്പിച്ചെടുക്കാം. ഒരു കഷ്ണം പട്ടയും ഒരു 2 ഏലക്കായും അങ്ങനെ കുറച്ച് ഐറ്റംസുകൾ കേട്ടോ. പെരിഞ്ചീരകം നമ്മൾ ഇതിലിടണില്ല കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ഒരു എന്താ പറയുക, ഒരു പൂ പോലത്തെ സാധനമില്ലേ, അതിൻ്റെ പേരെന്താ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഈ ഓയിലൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കട്ടോ. ആ തക്കോലം എന്ന് പറഞ്ഞ സാധനം, ആ സാധനം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1.5 സബോള നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ശേഷം സബോള ഒന്ന് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെയാണ് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫുൾ ഇളക്കി മിക്സ് ആയതിന് ശേഷം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് എരിവിന് എത്ര വേണം എന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടിയൊന്നും ഇതിലിടണില്ല കേട്ടോ. അപ്പോൾ ഞാൻ 3 പച്ചമുളക് തന്നെ മീഡിയം നല്ലോണം എരിവുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 എണ്ണം തന്നെയാണ്, നമ്മൾ 4 പേർക്കുള്ളതാണ് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ, എല്ലാ ഭാഗത്തേക്കും യോജിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിതാ കുറച്ച് ഒരു എന്താ പറയുക, ഒരു 1/4 ഗ്ലാസ് വെള്ളം ജസ്റ്റ് ഒന്ന് ഇതിലൊഴിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ കുക്കറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു അല്പം തന്നെ വെള്ളം ഒഴിച്ച് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് നമുക്കതൊന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സബോള വേഗമായിന്ന് കിട്ടാൻ ഇതൊരു സൂപ്പർ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറച്ചിക്കറി വയ്ക്കുമ്പോഴും ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് സബോള വാടിക്കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ തന്നെ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചെറിയ സീലിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരൊറ്റ വിസിൽ വെച്ചിട്ട് നമുക്കിതാ തുറക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ, അടിപൊളിയായിട്ട് സബോളയൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. കണ്ട, ഇതേപോലെ നന്നായി തന്നെ വാടിക്കിട്ടും കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മുട്ടക്കറിയിൽ മുളക് പൊടി ഇടണില്ല കേട്ടോ. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ മസാലയില്ലേ, ചിക്കൻ മസാല, അതായത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടായിരുന്നു ഇവിടെ, അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുരുമുളകൊന്നും ഇടണില്ല കേട്ടോ, പച്ചമുളക് തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ തക്കാളി ഇല്ലേ, നമ്മുടെ പുളിക്ക് വേണ്ടി തക്കാളിയും കൂടി ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായി തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി തക്കാളിയുടെ വാട്ടം മാത്രമാണ് ഈ മുട്ടക്കറിക്ക് ഇനി ആവശ്യമുള്ളൂ കേട്ടോ. ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ തക്കാളിയും കൂടി ഒന്ന് വാടണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാനില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഈ ഗ്രേവി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഗ്രേവി ഇങ്ങനെ കഴിക്കാൻ തന്നെ. ഇനി നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അതൊന്ന് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഞാനൊരു കുറച്ച് അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് അരച്ച് വരാം കേട്ടോ. കണ്ട, ഇപ്പം നമ്മുടെ ഗ്രേവി തന്നെ അടിപൊളി ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ ദാ ഞാൻ ദേ കാഷ്നട്ട് അരച്ചിട്ടുള്ള പേസ്റ്റ് പോലെയാക്കി അരച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് തിളച്ച് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ ചെയ്യാം. പിന്നെ കുറച്ചും കൂടി ഗ്രേവി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ദേ കുറച്ചും കൂടി തേങ്ങാപ്പാൽ, അതായത് ഒരു 4-5 സ്പൂൺ തേങ്ങ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ ഞാൻ ആ തേങ്ങയിൽ കുറച്ച് എന്താ പറയുക പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ സ്കിപ്പായി പോയിട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ചാറിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇനി അധികം തിളച്ച് കുറുകൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി സെറ്റായിട്ടുണ്ട്. നമുക്ക് ചോറിനും പലഹാരത്തിനും എല്ലാത്തിനും പറ്റിയിട്ടുള്ളൊരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ്. നമ്മൾ ഹോട്ടൽ സ്റ്റൈലിലാണ് കേട്ടോ ഇപ്രാവശ്യം മുട്ടക്കറി ഉണ്ടായിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് നമ്മളധികം കൂട്ടിയിട്ടൊന്നുമില്ല. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് കറിവേപ്പില മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊരു ചെറിയൊരു കുറുകൽ വരുമ്പോൾ മാത്രം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയും കൂടിയും അതിൻ്റെ കൂടി ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.